ഹായ് ഫ്രണ്ട്സ്, ഹൈ ഹോപ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ പാർട്ട് 1, പാർട്ട് 2 വീഡിയോകളായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? കണ്ണിൻ്റെ സ്ട്രക്ചറും കണ്ണിൻ്റെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ പഠിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതിൽ എന്ത് ചെയ്യുക? പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഐയുടെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തെ നമ്മുടെ കണ്ണ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഐ പഠിക്കുന്ന സമയത്ത് പ്യൂപ്പിളും ഐറിസും ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ പ്യൂപ്പിൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന കണ്ണിനകത്തേക്ക് ലൈറ്റ് വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പ്യൂപ്പിളിന് ഈ പറയുന്ന ലൈറ്റിനെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എത്തരത്തിലാണ് ഈ പ്യൂപ്പിൾ എങ്ങനെ ഇത് ക്രമീകരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 2 കണ്ടീഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിലും. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസ് ലൈറ്റ്. ഇൻറ്റൻസ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല പ്രകാശ തീവ്രതയുള്ള സമയത്തും. ഈ 2 സമയത്തും നമ്മുടെ പ്യൂപ്പിളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കണ്ണിനകത്ത് കാണപ്പെടുന്ന 2 മസിൽസിനെ പറ്റി എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ആദ്യത്തെ ടൈപ്പ് മസിൽസ് ആണ് റേഡിയൽ മസിൽസ് എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കും? റേഡിയൽ മസിൽസും. രണ്ടാമത്തെ ടൈപ്പ് മസിലാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ മസിൽസ് എന്ന് വിളിക്കും. മലയാളത്തിൽ നമ്മൾ വലയപേശികൾ എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിൽ എത്ര ടൈപ്പ് മസിൽസ് ഉണ്ട്? 2 ടൈപ്പ് മസിൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? റേഡിയൽ മസിൽസും രണ്ടാമത്തെയാണ് ഇതെന്ന് പറയുന്നത് സർക്കുലർ മസിൽസിലും. അപ്പോൾ ഈ ഡിം ലൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഡിം ലൈറ്റ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മുടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. റേഡിയൽ മസിൽസ് എന്ത് ചെയ്യും? ഈ സൈഡിലേക്ക് ചുരുങ്ങിപ്പോകും. ഈ 4 സൈഡിലേക്ക് ആരോമാർക്ക് ഇട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? റേഡിയൽ മസിൽസ് ചുരുങ്ങുകയും തൽഫലമായിട്ട് എന്ത് ചെയ്യും? ഇത് നമ്മുടെ പ്യൂപ്പിൾ അല്ലേ, പ്യൂപ്പിൾ എൻലാർജ് ചെയ്ത് വെളിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഡിം ലൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, തൽഫലമായിട്ട് എന്ത് ചെയ്യും? പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും, വലുതാകും. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ മസിൽസിന്റെ കേസ്. സർക്കുലർ മസിൽസ് എന്താണ്? നമ്മൾ ഇൻറ്റൻസ് ലൈറ്റിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നതാണ്. നല്ല തീവ്രപ്രകാശം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സർക്കുലർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. ചുരുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ ആരും കോൺട്രാക്ട് ചെയ്ത് മാറും, അല്ലെങ്കിൽ ചെറുതാവും, പ്യൂപ്പിളിന്റെ സൈസ് ഡിക്രീസ് ആവും. അപ്പോൾ 2 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. രണ്ടിനകത്തും എന്ത് ചെയ്യും? റേഡിയൽ മസിൽ ആയാലും സർക്കുലർ മസിൽസ് ആയാലും ഇവിടെ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഇവിടെ വരുമ്പോൾ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ പീപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? ഇവിടെ വലുതായി ഇൻക്രീസ് ചെയ്യുകയും, ഇവിടെ പീപ്പിളിന്റെ മസിൽ എന്ത് ചെയ്യും? പീപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിം ലൈറ്റിൽ എന്ത് ചെയ്യും? നമ്മുടെ റേഡിയൽ മസിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. തൽഫലമായിട്ട് എന്ത് ചെയ്യും? റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? പ്യൂപ്പിൾ, ഇതല്ലേ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്യൂപ്പിളിന്റെ സൈസിന് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തേതാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റൻസ് ലൈറ്റ്, നല്ല തീവ്രപ്രകാശം. നല്ല തീവ്രപ്രകാശം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ സർക്കുലർ മസിൽസ് ഉണ്ടല്ലോ, സർക്കുലർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതല്ലേ നമ്മുടെ പ്യൂപ്പിൾ. ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും, പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്യും. അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിൽ നടക്കുന്ന 2 ചേഞ്ചസ്. അപ്പോൾ ഇവിടെ പീപ്പിളിന്റെ സൈസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ 2 ടൈപ്പ് മസിൽസ് ഉണ്ട്, റേഡിയലും സർക്കുലറും. രണ്ടുപേരും എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യുകയാണ്. ഡിം ലൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ പീപ്പിൾ വലുതാവും. ഇനി ഇൻറ്റൻസ് ലൈറ്റിൽ എന്ത് ചെയ്യും? സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും പീപ്പിളിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഇതാണ് കണ്ണിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? പീപ്പിൾ പ്രകാശം ക്രമീകരിക്കുന്ന വിധം. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് ഇമേജ് ഇൻ ദ റെറ്റിന. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അത് എവിടെയാണ് വന്ന് പതിക്കുന്നത്? റെറ്റിനയിലാണ് വന്ന് പതിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു ഇമേജ് റെറ്റിനയിൽ പതിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ഇമേജിന്റെ പെക്യുലാരിറ്റീസ്, ആ ഇമേജിന്റെ സവിശേഷത എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോളെ, ഇവിടെ ഒരു വൃക്ഷത്തിന്റെ പടം, ഒരു ട്രീയുടെ പടം നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോർണിയ വഴി, ലെൻസ് വഴി എന്ത് ചെയ്ത് കറക്റ്റായിട്ട് എവിടെ പോയി പതിച്ചു? റെറ്റിനയിൽ പോയി ഇമേജ് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജിന്റെ പെക്യുലാരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഒന്നാമത്തെ പെക്യുലാരിറ്റി ആണ് എന്താണ്? ഇത് ഒരു റിയൽ ഇമേജ് ആണ്. മീൻസ് എന്താ? യാഥാർത്ഥ്യമായ ചിത്രമാണ്. ഇവിടെ നമ്മൾ എന്ത് കണ്ടു? അത് എന്ത് ചെയ്തു? നമുക്ക് റെറ്റിനയിൽ ഫോം ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? റിയൽ. മീൻസ് എന്താ? യാഥാർത്ഥ്യമായ ചിത്രം, അല്ലെ യഥാർത്ഥമായ ചിത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ കണ്ടത്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്, ഇതാ നോക്കിക്കോണേ, ഇത് നമ്മൾ നേരെ കണ്ടു ഈ വൃക്ഷത്തെ. ഇതെന്താണ്? തല തിരിഞ്ഞാണ് എന്ത് ചെയ്തത്? റെറ്റിനയിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് മീൻസ് എന്താണ്? തല തിരിഞ്ഞ് നിൽക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻവേർട്ടഡ് എന്ന് പറയും. ഇനി മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇതാ നോക്കിക്കോണേ, ഇതിനകത്ത് നമ്മൾ വലിയ വൃക്ഷത്തെയാണ് കണ്ടത്. പക്ഷേ റെറ്റിനയിൽ പതിഞ്ഞ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? ആ വൃക്ഷം വളരെ ചെറുതായിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെറ്റിനയിൽ ഫോം ചെയ്തത്. അപ്പം മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെറ്റിനയിൽ പതിയുന്ന ഒരു വസ്തുവിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നാമത്തെ എന്താണ്? റിയൽ ഇമേജ് ആണ്. രണ്ടാമത്തെ എന്താണ്? തല കീഴായിട്ടാണ് ഇവിടെ റെറ്റിനയിൽ പതിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇൻവേർട്ടഡ്. മൂന്നാമത്തെയാണ് എന്ത്? സ്മോൾ. നോക്കണേ, ഇത് നല്ല എന്താണ്? വലിയൊരു ഇമേജ് ആണ്. പക്ഷേ അത് റെറ്റിനയിൽ പതിക്കുമ്പോൾ എന്താണ്? വളരെ ചെറുതായിരിക്കും. ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്? റെറ്റിനയിൽ പതിക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പെക്യുലാരിറ്റീസ്.
ഓക്കെ, നമുക്ക് അത്തരത്തിൽ നോക്കാം. അടുത്തുള്ളൊരു വസ്തുവിനെ ദൂരെയുള്ള ഒരു വസ്തുവിനെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കണ്ണിന് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തിനാ എടുക്കാം, അടുത്തുള്ള വസ്തുവിനെ വെച്ച് നോക്കുകയാണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു അടുത്തുള്ള വസ്തുവിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ സിലിയറി മസിൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. സിലിയറി മസിൽ എന്ത് ചെയ്യും, ചുരുങ്ങും, കോൺട്രാക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ലിഗമെന്റ് എന്താവും, റിലാക്സ് ആവും. ഒരാൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കറിയാം ഇതാണ് സിലിയറി മസിൽ എങ്കിൽ എന്താണ്, ഈ സിലിയറി മസിൽ നിന്ന് വരുന്ന ഇങ്ങനെ എന്താണ് നാല് പോലെ ഇരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലിഗമെന്റ് എന്ന് പറയുന്നത്. ഈ ലിഗമെന്റിനകത്ത് എന്തുണ്ട്, ലെൻസ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലിഗമെന്റ് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അന്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഒരാൾ വലുതാകുമ്പോൾ ഒരാൾ ചെറുതായി കൊടുക്കും എന്നൊക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ അന്റഗോണിസ്റ്റിക് മസിൽസിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്, സിലിയറി മസിലും ലിഗമെന്റ്. അപ്പോൾ സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലിഗമെന്റ് എന്ത് ചെയ്യും, റിലാക്സ് ആയിക്കോളും. ഇനി അപ്പം ഈ ലിഗമെന്റ് റിലാക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം, നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും, വക്രത കൂടും. ലെൻസിന്റെ വക്രത എന്ത് ചെയ്യും, കൂടും. അപ്പം ലെൻസിന്റെ വക്രത കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഫോക്കൽ ദൂരം എന്ത് ചെയ്യും, കുറയും. ഫോക്കൽ ദൂരം ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒരെണ്ണം ഇതെന്ത് ചെയ്യാം, നമുക്ക് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കാം. അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പം ലിഗമെന്റ് എന്ത് ചെയ്യും, റിലാക്സ് ആയിക്കോളും. അന്റഗോണിസ്റ്റിക് മസിൽ ആകുമ്പോൾ ഇപ്പം ലെൻസിന്റെ വക്രത എന്ത് ചെയ്യും, കൂടും. കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ദൂരം എന്ത് ചെയ്യും, കുറയും. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് എളുപ്പമായിരിക്കും. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ എന്താണ്, ഇതിന്റെ നേരെ വിപരീതമായിരിക്കും. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ സിലിയറി മസിൽ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. സിലിയറി മസിൽ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. ഇനി അപ്പം എന്ത് ചെയ്യും, സിലിയറി മസിൽ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ലിഗമെന്റ് എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുന്ന വെച്ചാൽ എന്താ, വലിയും അങ്ങോട്ട്. കാരണം എന്തായാലും ഞാൻ പറഞ്ഞ അന്റഗോണിസ്റ്റിക് മസിലാണ്. ഒരാൾ റിലാക്സ് ചെയ്യുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ലിഗമെന്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും, കുറയും. ലെൻസിന്റെ വക്രത കുറയും. ലെൻസിന്റെ വക്രത കുറയുമ്പോൾ എന്ത് ചെയ്യും, ഫോക്കൽ ദൂരം കൂടും. അപ്പോൾ എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ വരുന്നത്. അപ്പം എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി വൃത്തിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിയർ ബൈ ഒബ്ജക്റ്റിനെ നമുക്ക് നോക്കാം. നിയർ ബൈ ഒബ്ജക്റ്റ് എടുത്ത് വെച്ച് അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലിഗമെന്റ് റിലാക്സ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ലെൻസിന്റെ വക്രത കൂടും. ലെൻസിന്റെ വക്രത കൂടുമ്പോൾ എന്ത് ചെയ്യും, ഫോക്കൽ ദൂരം കുറയും. ഇതാണ് എന്ത് ചെയ്യുന്നത്, അടുത്തുള്ളൊരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ സംഭവിക്കുന്നത്. ഇതിന്റെ നേരെ വിപരീതം എന്ത് സംഭവിക്കും, ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കോൺട്രാക്ട് ചെയ്തെല്ലാം റിലാക്സ് ആവും. പിന്നെ സ്ട്രെച്ച് ചെയ്ത് മാറും. ഫോക്കൽ ദൂരം അതനുസരിച്ച് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ട് മാറിക്കോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ കണ്ണിന്റെ സമഞ്ജന ക്ഷമത എന്നൊക്കെ പറയുന്ന ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് കണ്ണിന്റെ സമഞ്ജന ക്ഷമത എന്ന് നമുക്ക് നോക്കാം. അതാ നോക്കിക്കോണേ, ഇതെന്താണ്, ഐ, നമ്മുടെ കണ്ണാണ്. ഇതെന്താണ്, ഒരു ഒബ്ജക്റ്റ്, ഒരു ടെക്സ്റ്റോ ഒരു നോട്ടോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഈ കണ്ണിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അകലമില്ലേ, ഒരു ഡിസ്റ്റൻസ് ഇല്ലേ. അപ്പം ഈ കണ്ണിൽ നിന്ന് ആ ഒബ്ജക്റ്റിനുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മുടെ ലെൻസിന്റെ കർവേച്ചറിൽ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. അപ്പൊ ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്നത്, ഇത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഈ കണ്ണും ഇവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പൊ എന്താണ്, എവിടെയാണോ വെച്ചിരിക്കുന്നത്, അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നു അല്ലെ ഇവിടെ വെച്ചിരിക്കുന്നത്, എവിടെ വെച്ചാലും എന്ത് ചെയ്യും, ആ ദൂരം അവരുടെ തമ്മിലുള്ള അകലം മനസ്സിലാക്കും നമ്മുടെ കണ്ണ്. അകലം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ട് ഫോക്കൽ ദൂരം എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു വസ്തുവും കണ്ണുമായിട്ടുള്ള ഫോക്കൽ ദൂരം ആയിരിക്കത്തില്ല ഇവിടെ വെക്കുമ്പോൾ ഉള്ള. അപ്പൊ എന്ത് ചെയ്യും, ലെൻസിന്റെ വക്രത മാറുമ്പോൾ എന്ത് ചെയ്യും, ഫോക്കൽ ദൂരം അതനുസരിച്ച് എന്ത് ചെയ്യും, മാറും. അത്തരത്തിൽ ഫോക്കൽ ദൂരം മാറ്റി എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ കണ്ണിനകത്തുള്ള നേരെ ഇവിടെ റെറ്റിനയിൽ പതിപ്പിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു കണ്ണിന്റെ 3 ലെയറൊക്കെ പഠിച്ച സമയത്ത് എന്ത് ചെയ്ത്, ഏറ്റവും ഇന്നർ ലെയർ ആയിട്ടുള്ള റെറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എവിടെ പതിപ്പിക്കണം, ഈ റെറ്റിനയിൽ പതിപ്പിക്കണം. ആ റെറ്റിനയിൽ പതിപ്പിക്കാനായിട്ടുള്ള കണ്ണിന്റെ ആ ഒരു കഴിവിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിക്ക്, ആ ഒരു ശേഷിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ, അഥവാ കണ്ണിന്റെ സമഞ്ജന ക്ഷമത എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താണ് കണ്ണിന്റെ സമഞ്ജന ക്ഷമത എന്ന് ചോദിച്ചാൽ എന്താണ് കണ്ണിന്റെ സമഞ്ജന ക്ഷമത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണും എന്താണ്, ഒരു ഒബ്ജക്റ്റും, ആ കണ്ണിനും ഒബ്ജക്റ്റിനും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അകലമുണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് നമ്മുടെ കണ്ണ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ലെൻസിനകത്ത് എന്ത് ചെയ്യും, ലെൻസിന്റെ കർവേച്ചറിൽ മാറ്റം വരുത്തും. ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം എന്ത് ചെയ്യും, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും, നമ്മുടെ എവിടെ പതിപ്പിക്കും, കറക്റ്റായിട്ട് റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള കണ്ണിന്റെ ആ ഒരു ശേഷി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് എന്താണ്, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ, അഥവാ എന്താണ്, കണ്ണിന്റെ സമഞ്ജനക്ഷമത എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്
നമ്മൾ കണ്ണ് പഠിച്ച സമയത്ത് ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് പറഞ്ഞു നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും അല്ലെ, പ്രകാശഗ്രാഹികൾ എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുശേഷം കണ്ണിന്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? റെറ്റിനെ പറ്റി പഠിച്ചു. റെറ്റിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന കണ്ണിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റെറ്റിനയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചു ഇല്ലേ. കണ്ണിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിനെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി ഫോട്ടോ റിസപ്റ്റേഴ്സ് എവിടെയാണ് കണ്ണിൽ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? റെറ്റിനയിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ റെറ്റിനയിൽ കാണപ്പെടുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത്? റോഡ് സെല്ലും, രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? കോൺ സെല്ലും. ഇങ്ങനെ രണ്ട് ടൈപ്പ് സെൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്, നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം എന്തിനെ പറ്റി പഠിക്കാം? നമുക്ക് റോഡ് സെല്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതാ നോക്കിക്കോണേ. ആദ്യം നമുക്ക് റോഡ് സെല്ലിന്റെ ആകൃതി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റോഡ് സെല്ലിന്റെ പടം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? റോഡ് സെല്ലിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫോട്ടോ റിസപ്റ്റർ ആയിട്ടുള്ള റോഡ് സെല്ലിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. എന്താണ്? റോഡ് ഷേപ്പ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? റോഡ് സെൽ എന്ന് പറയുന്നത് അല്ലെ. ദണ്ഡാകൃതി അല്ലേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റോഡ് സെല്ലിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റോഡ് ഷേപ്പ്ഡ് ആണ്. അതിന് ആ പേരിനകത്ത് തന്നെ ഇരിപ്പുണ്ട്, റോഡ് സെൽ, റോഡ് ഷേപ്പ്ഡ്. കാണാതെ പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ റോഡ് സെല്ലിൽ കാണപ്പെടുന്ന ഒരു വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്, കാഴ്ച വർണ്ണകമുണ്ട്. ആ വിഷ്വൽ പിഗ്മെന്റിന്റെ പേരാണ് റൊഡോപ്സിൻ എന്ന് വിളിക്കും. നമ്മൾ എന്ത് പേര് വിളിക്കും? റൊഡോപ്സിൻ. അപ്പൊ റോഡ് സെല്ലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്, വിഷ്വൽ പിഗ്മെന്റ്, കാഴ്ച വർണ്ണകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റൊഡോപ്സിൻ ആണ് കാണപ്പെടുന്നത്. ഇനി റൊഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നാണ്. എത്ര വസ്തുക്കളാണ്? രണ്ട് വസ്തുക്കൾ കൂടി ചേർന്ന്. ഏതൊക്കെയാണ്? റെറ്റിനാളും ഓപ്സിനും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? റൊഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണ്? റെറ്റിനാളും ഓപ്സിനും. ഈ രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? റൊഡോപ്സിൻ എന്ന് പറയുന്ന വിഷ്വൽ പിഗ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നാം നോക്കുവാണെ ഈ റെറ്റിന എന്ന് പറയുന്ന സാധനം നമ്മുടെ വിറ്റാമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. മീൻസ് അത് എവിടെ നിന്നുണ്ടായി വരുന്നതാണ്? വിറ്റാമിൻ എയിൽ നിന്നുണ്ടായി വരുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? റെറ്റിനാൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീനിൽ നിന്നുണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വസ്തുക്കൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? റൊഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണ്? റെറ്റിനാളും ഓപ്സിനും. റെറ്റിനാൾ എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഓപ്സിൻ എന്താണ്? ഒരു പ്രോട്ടീനിൽ നിന്നുണ്ടാകുന്ന വസ്തുവാണ്. ഇനി നാം നോക്കിക്കോണേ, ഈ റോഡ് സെൽ അല്ലെങ്കിൽ നമ്മുടെ ഈ റോഡ് സെൽ നമ്മളെ എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ, ഡിം ലൈറ്റിൽ നമ്മളെ കാഴ്ച സാധ്യമാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ റോഡ് സെൽസ് ആണ്. അല്ലെങ്കിൽ ഇതിനകത്ത് കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെന്റ് ആയ റൊഡോപ്സിൻ ആണ്. അപ്പം മങ്ങിയ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ നമ്മളെ കാഴ്ച സാധ്യമാക്കാൻ സഹായിക്കുന്നതാണ് ആരുടെ ജോലി? റോഡ് സെല്ലിന്റെ ജോലി. അതുകൂടാതെ ഇവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവില്ല? കളറിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ആർക്കില്ല? നമ്മുടെ റോഡ് സെല്ലിനില്ല. അതാർക്കാണ്? കോൺ സെല്ലിനാണുള്ളത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വർണ്ണങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ റോഡ് സെല്ലിനെ പറ്റി പഠിച്ച. ആകൃതി പഠിച്ചു, റോഡ് ഷേപ്പ്ഡ് ആണ്. ഇതിനകത്ത് കാണപ്പെടുന്ന പിഗ്മെന്റിനെ എന്ത് പേര് വിളിക്കും? റൊഡോപ്സിൻ എന്ന് വിളിക്കും. അത് എന്തൊക്കെ കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്? റെറ്റിനാളും ഓപ്സിനും കൂടി ചേർന്നാണ്. റെറ്റിനാൾ എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്നതാണ്. ഓപ്സിൻ എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? മങ്ങിയ വെളിച്ചത്തിൽ, ഡിം ലൈറ്റിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ റോഡ് സെൽസ് ആണ്. അതുകൂടാതെ ഇവർക്ക് എന്തിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല? നിറങ്ങളെ, കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? റോഡ് സെല്ലിന് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് കോൺ സെല്ലിനെ പറ്റിയാണ്. നമ്മൾ റോഡ് സെല്ലിനെ പറ്റി പഠിച്ചു. അപ്പോൾ എന്താ നോക്കുക? കോൺ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ കോൺ സെല്ലിന്റെ ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇതിനകത്തുണ്ട്. അപ്പോൾ എന്താണ്? കോൺ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഷേപ്പ് നമുക്ക് ആദ്യം തന്നെ കിട്ടും. എന്താണ്? കോൺ ആകൃതിയിലാണ്. കോൺ ആകൃതി എന്താണ്? നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എന്താണ്? കോൺ ആകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോൺ ഷേപ്പ്ഡ് ആണ്. മറ്റേതിന്റെ കൂട്ടാൻ എളുപ്പമാണ്. കോൺ എന്താണ്? ഇതിനകത്ത് പ്രത്യേകം കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കോൺ സെല്ലിന്റെ ഷേപ്പ് എന്താണെന്ന്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോൺ ഷേപ്പ്ഡ് ആയിരിക്കും. ഇനി ഇതാ നോക്കിക്കോണേ, ഇതിനകത്ത് കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോപ്സിൻ എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കും? ഫോട്ടോപ്സിൻ. ഈ ഫോട്ടോപ്സിനെ മറ്റൊരു പേരിലും അറിയപ്പെടും. എന്ത് പേരിലും അറിയപ്പെടും? ഫോട്ടോപ്സിന്റെ മറ്റൊരു പേരാണെന്ന് പറയുന്നത് അയഡോപ്സിൻ എന്നും അറിയപ്പെടും. അപ്പോൾ കോൺ സെല്ലിൽ കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെന്റിന്റെ പേരാണെന്ന് പറയുന്നത് ഫോട്ടോപ്സിൻ എന്ന് വിളിക്കും. ഫോട്ടോപ്സിന്റെ മറ്റൊരു പേരാണെന്നത് അയഡോപ്സിൻ. ഇനി ഇതാ നോക്കിക്കോണേ, ഈ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ ചേർന്നാണ്? റെറ്റിനാളും ഓപ്സിനും ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഫോട്ടോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റോഡ് സെല്ല് പഠിച്ച സമയത്ത് നമ്മൾ റൊഡോപ്സിൻ പഠിച്ചപ്പോഴും എന്ത് തന്നെയാണ് പറഞ്ഞത്? അതുണ്ടായിരിക്കുന്നത് എന്ത് കൂടി ചേർന്നാണ്? റെറ്റിനാളും ഓപ്സിനും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? റോഡ് സെൽസിനകത്ത് റൊഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത്. കോൺ സെല്ലിനകത്ത് ഫോട്ടോപ്സിൻ എന്ത് തന്നെയാണ്? ഈ സെയിം വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതാ നോക്കിക്കോണേ, നമ്മുടെ കണ്ണിൽ 3 ടൈപ്പ് കോൺസെൽ ഉണ്ട്. എത്ര ടൈപ്പ് കോൺസെൽ ഉണ്ട്? 3 ടൈപ്പ് കോൺസെൽസ് ആണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്നത്. ഇനി അതുകൂടാതെ ഇവർ നമ്മളെ എന്തിനു സഹായിക്കുമെന്ന് അറിയാം? പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത്. മീൻസ് പ്രൈമറി കളർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും?
റെഡ്, ബ്ലൂ, ഗ്രീൻ. ഈ 3 നിറങ്ങളെയും തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഈ കോൺസെല്ലാണ്. മീൻസ് പ്രൈമറി കളറിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഈ കോൺസെല്ലിനുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ റെറ്റിനാൾ ഓപ്ഷനും ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റോഡോപ്സിനും ഉണ്ടായിരിക്കുന്നത്, ഫോട്ടോപ്സിനും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്സിൻ മോളിക്യൂളില്ലേ, ഈ ഓപ്സിൻ മോളിക്യൂളിനകത്തുള്ള അമിനോ ആസിഡുകളെ അടുക്കി വെച്ചിരിക്കുന്നതിനകത്തുള്ള ഒരു ഡിഫറൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഈ പറഞ്ഞ കളേഴ്സിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ളത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഓപ്സിൻ മോളിക്യൂൾ ഉണ്ട്. ഈ ഓപ്സിൻ മോളിക്യൂളിനകത്ത് എന്താണ്? അമിനോ ആസിഡുകളുണ്ട്. ആ അമിനോ ആസിഡുകളെ അടുക്കി വെച്ചിരിക്കുന്നതിനകത്തുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വേരിയേഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വ്യത്യസ്തതകളുണ്ട് റോഡ്സിലും കോൺസിലും തമ്മിൽ. ഈ അടുക്കി വെച്ചിരിക്കുന്ന വ്യത്യാസം വരുന്ന ആരുടെ കാര്യം എന്ന് പറഞ്ഞാൽ കോൺസിലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇവരെന്ത് ചെയ്യും? കളേർഡ് വിഷന് മീൻസ് എന്താണ്? നമ്മളെ എന്താണ് വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ കോൺസെല്ലിന്റെ ജോലി. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, കോൺസെല്ലിന്റെ ഷേപ്പ് എന്താണ്? കോൺ ഷേപ്പ്ഡ് ആണ്. ഇതിനകത്ത് കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെന്റിന്റെ പേരെന്താണ്? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് വിളിക്കും. അതെന്തൊക്കെ കൂടി ചേർന്നാണ്? റെറ്റിനാളും ഓപ്സിനും കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? 3 ടൈപ്പ് കോൺസെൽസ് ആണ് നമ്മുടെ കണ്ണിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതുകൂടാതെ എന്ത് ചെയ്യും? പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും. ഏതൊക്കെയാണ്? റെഡും, ബ്ലൂവും, ഗ്രീനും. ഇനി എന്താണ് അത് അത്തരത്തിലുള്ളതെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്സിൻ മോളിക്യൂളിനകത്ത് അമിനോ ആസിഡിനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു എന്താണ് വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഈ കഴിവ് കിട്ടിയത്. പിന്നെ എന്ത് ചെയ്യും? വർണ്ണക്കാഴ്ച നമ്മളെ കളേർഡ് വിഷന് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ കോൺസെല്ലിന്റെ ജോലി. ഓക്കെ, അടുത്തതായി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹൗ വിഷൻ ഈസ് പോസിബിൾ. നമുക്ക് എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വസ്തു വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് കണ്ണ് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് എവിടെ കൊടുക്കും? നമ്മുടെ തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആ വസ്തുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അല്ലേ? അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത്, എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നതെന്ന് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റോഡോപ്സിനെ പറ്റി അറിയാം അല്ലെ? ഏതൊക്കെ കൂടി ചേർന്നാണ്? റെറ്റിനാളും ഓപ്ഷനും കൂടി ചേർന്നാണ്. ഫോട്ടോപ്സിനെ പറ്റി അറിയാം. എന്തൊക്കെ കൂടി ചേർന്നാണ്? റെറ്റിനാളും ഓപ്ഷനും കൂടി ചേർന്നാണ് എന്ത്? ഫോട്ടോപ്ഷൻ അല്ലെങ്കിൽ അയഡോപ്ഷനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് പ്രകാശം വരുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ റോഡോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്യും അല്ലെ? റെഡോപ്സിനകത്തുള്ള കമ്പോണൻസ് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും, വിഘടിക്കും. റെഡോപ്സിനകത്തുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? റെറ്റിനാളും ഓപ്ഷനും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ റെറ്റിനാളും ഓപ്ഷനും എന്ത് ചെയ്യും? വിഘടിക്കും. ഇനി ഇതാ നോക്കിയോളെ, ഈ കളേർഡ് വിഷൻസ് മീൻസ് റെഡ്, ബ്ലൂ, ഗ്രീൻ ഏത് കളർ വന്നാലും എന്ത് ചെയ്യും? നമ്മുടെ ഫോട്ടോപ്സിനകത്ത് അത് തിരിച്ചറിയുകയും ഫോട്ടോപ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. ഫോട്ടോപ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്താണ്? റെറ്റിനാളും ഓപ്ഷനുമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ ലൈറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പ്രകാശം വന്ന് റെറ്റിനയിൽ പതിക്കുമ്പോൾ ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്, റോഡ് സെല്ലും ബോർഡ് സെല്ലും, അതിനകത്ത് കാണപ്പെടുന്ന വിഷ്വൽ പിഗ്മെന്റ്സ് അവർ പിടിച്ചെടുക്കുകയും തൽഫലമായിട്ട് എന്ത് ചെയ്യും? ഈ ഏത് ലൈറ്റാണോ വരുന്നത്, ഡിം ലൈറ്റോ അല്ലെങ്കിൽ ഇന്റൻസ് ലൈറ്റോ, അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരുടെ കമ്പോണൻസ് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്ത് മാറും, വിഘടിച്ച് മാറും. ഇപ്പൊ എന്താ നോക്കിക്കോളെ, ഇപ്പൊ റോഡോപ്സിൻ മഞ്ഞ വെളിച്ചോ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ റോഡോപ്സിനകത്തുള്ള റെറ്റിനാളും ഓപ്സിനും എന്ത് ചെയ്യും? വിഘടിച്ച് മാറും. അത്തരത്തിൽ വിഘടിച്ച് മാറുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു രാസമാറ്റം ഉണ്ടാവും. ആ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ഇമ്പൾസുകൾ. എന്താണ് ഇമ്പൾസ്? ആവേഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അത്തരത്തിൽ എന്ത് ചെയ്യും? ഈ സ്റ്റിമുലസിന്റെ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സ് റെറ്റിനയിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഈ പറഞ്ഞ ഇമ്പൾസുകൾ ഫോം ചെയ്യും. അതെങ്ങനെയാണ്? ഈ റെറ്റിനാളും ഓപ്ഷനും എന്ത് ചെയ്യും? വിഘടിച്ച് മാറും. ഡിസോസിയേറ്റ് ചെയ്ത് മാറുന്നതിന്റെ ഫലമായിട്ട് ഒരു കെമിക്കൽ ചേഞ്ച്, ഒരു രാസമാറ്റം ഉണ്ടാവുകയും തൽഫലമായിട്ട് അവിടെ എന്തുണ്ടാകും? ഇമ്പൾസുകൾ ഫോം ചെയ്യുകയും ചെയ്യും. ഇനി ഈ ഇമ്പൾസ് ഫോം ചെയ്ത് കണ്ണിലിരുന്നാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം? ഇത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, കണ്ണിൽ നിന്ന് ഒരു നെർവ് വരുന്നുണ്ട്. ഈ റെറ്റിനയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു നെർവ് വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഒപ്റ്റിക് നെർവ് എന്ന് വിളിച്ചു. എന്ത് പേര് വിളിച്ചു? ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാടി എന്ന് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞോളൊക്കെ ഈ റെറ്റിനയിൽ ഈ ഉണ്ടാകുന്ന ഇമ്പൾസുകളെ ആര് പിടിച്ചെടുക്കും? ഒപ്റ്റിക് നെർവ് പിടിച്ചെടുക്കുകയും നേരെ അതെവിടെ ചെല്ലും? നമ്മുടെ തലച്ചോറിലെ സെറിബ്രത്തിൽ എത്തിക്കുകയും ചെയ്യും. തൽഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കാഴ്ച സാധ്യമാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ. റോഡോപ്സിനോ ഫോട്ടോപ്സിനോ ലൈറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർ ഡിസോസിയേറ്റ് ചെയ്യും. റെറ്റിനാളും ഓപ്ഷനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? രാസമാറ്റം ഉണ്ടാവും. അവിടെ ആവേഗങ്ങൾ അഥവാ ഇമ്പൾസ് ഉണ്ടാവും. നേത്രനാടി അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന ഇമ്പൾസുകൾ എന്ത് ചെയ്യും? ഒപ്റ്റിക് നെർവ് വഴി നേരെ നമ്മുടെ എവിടെ ചെല്ലും? തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് എത്തും. തൽഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കാഴ്ച സാധ്യമാവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിനെ കറക്റ്റ് തിരിച്ചറിഞ്ഞ് നമ്മുടെ തലച്ചോറിൽ എത്തുന്നത്. ഓക്കെ, നമ്മൾ ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത്. മീൻസ് സെൻസ് ഓഫ് ലൈറ്റ്. എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒരു ഫ്ലോ ചാർട്ടിനകത്തൂടെ എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങളുടെ എക്സാമിന് എന്താണ് ഫ്ലോ ചാർട്ട്? കണ്ണിൽ നിന്നായാലും ഇയറിൽ നിന്നൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കേൾക്കുന്നത്, കാണുന്നത് എന്നുള്ള ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ചോദ്യം എന്താണ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ അത്തരത്തിൽ നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ആദ്യം ലൈറ്റ് വന്ന് ഇതിലേക്ക് കൂടെ പ്രവേശിക്കും, നമ്മുടെ കോർണിയക്കകത്തേക്ക് കയറും അല്ലേ. നമ്മളിപ്പോൾ സ്ട്രക്ചർ ഓഫ് ഐ പഠിച്ച സമയത്ത് എന്താണ് കോർണിയയെ പറ്റി പറഞ്ഞതാണ്. മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കോർണിയ വഴി കയറും. കോർണിയയുടെയും പിന്നെന്താണ് ലെൻസിന്റെയും ഇടയ്ക്ക് എന്ത് കാണും, അക്വസ്യൂമർ കാണുമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കോർണിയയിൽ നിന്ന് നേരെ എങ്ങോട്ട് പ്രവേശിക്കും, അക്വസ്യൂമറിലേക്ക് പ്രവേശിക്കും. അക്വസ്യൂമറിൽ നിന്ന് എങ്ങോട്ട് പ്രവേശിക്കും, പ്യൂപ്പിൾ, നമ്മുടെ പ്യൂപ്പിളിലേക്ക് കയറും. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കോൺവെക്സ് ലെൻസ്. അപ്പോൾ എന്താണ് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ഹ്യൂമർ ആണ് എന്ത്, അക്വസ്യൂമർ. അപ്പോൾ ലൈറ്റ് ആദ്യം കോർണിയയ്ക്ക് പ്രവേശിക്കും, കോർണിയ വഴി അക്വസ്യൂമർ, അക്വസ്യൂമറിൽ നിന്ന് പ്യൂപ്പിള്, പ്യൂപ്പിളിൽ നിന്ന് എങ്ങോട്ട് കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസിൽ നിന്ന് എങ്ങോട്ടാണ് വിട്രിയസ് ഹ്യൂമറിലേക്ക് പോകും, വിട്രിയസ് ഹ്യൂമറിൽ നിന്ന് എങ്ങോട്ട് കയറും, റെറ്റിനയിലേക്ക് കയറും. നമ്മൾ പറഞ്ഞായിരുന്നു ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ദ്രവമാണ് എന്തെന്ന് പറയുന്നത്, വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിൽ നിന്ന് വിട്രിയസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമറിൽ നിന്ന് എന്താണ് റെറ്റിനയിലേക്ക് പ്രവേശിക്കും. റെറ്റിനയിൽ എന്തുണ്ടാകും, ഈ പറഞ്ഞ കണക്ക് എന്താണ്, റെറ്റിനാൽ ഓപ്ഷന് വിഘടിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇമ്പൾസ് ഉണ്ടാകും. റെറ്റിനയിൽ നിന്ന് ഇമ്പൾസ് ഉണ്ടായി എങ്ങോട്ട് പോകും, ഒപ്റ്റിക് നെർവ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിനിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ബ്രെയിനിലെ സെറിബ്രത്തിൽ എത്തും. സെറിബ്രത്തിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ് സെൻസ് ഓഫ് ലൈറ്റ് അഥവാ കാഴ്ച എന്ന വസ്തുത എന്ത് ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട്, അല്ലെങ്കിൽ കാഴ്ച എന്ന അനുഭവം നമുക്ക് സാധ്യമാകും. ഓക്കെ, അടുത്ത നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിലെ കണ്ണുമായി ബന്ധപ്പെട്ട ഡിസീസസ് ആണ്, രോഗങ്ങളാണ്. 6 രോഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇപ്പൊ നോക്കാം. ഒന്നാമത്തെ രോഗത്തിന്റെ പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയും. ഇത് പേര് വിളിക്കും നൈറ്റ് ബ്ലൈൻഡ്നസ്. മലയാളത്തിൽ നമ്മൾ നിശാന്തത എന്നൊക്കെ പറയുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നസ്. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, റെറ്റിനാൽ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ച സമയത്ത് റെഡോപ്സിന്റെ ഫോട്ടോപ്സിന്റെ ഒക്കെ കമ്പോണന്റ് അല്ലേ, അതിനകത്ത് റെഡോപ്സിൻ നമുക്ക് എടുക്കാം. അപ്പൊ റെഡോപ്സിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ വെച്ചാണ്, റെറ്റിനാളും ഓപ്സിനും വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റെറ്റിനാൽ എന്താണ്, വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മീൻസ് അതുണ്ടാകുന്ന നിന്നാണ്, വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, റെറ്റിനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയേ, വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന വസ്തുവാണ് റെറ്റിനാൽ. അപ്പം വിറ്റാമിൻ എയുടെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമാക്കേണ്ടത് എന്താണ്, എന്തിന്റെ ഉൽപ്പാദനവും കുറഞ്ഞെന്നാണ്, റെറ്റിനാലിന്റെ ഉൽപ്പാദനവും കുറഞ്ഞെന്നാണ്. കാരണം എന്താ, വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന ഒരു വസ്തുവാണ്. വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ ആരും കുറയും, ഈ വിറ്റാമിനയുടെ ഇത് ഡെറിവേറ്റീവ് ആണ്. അപ്പം വിറ്റാമിൻ എന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാലിന്റെ അളവ് കുറയും. അത്തരത്തിൽ റെറ്റിനാലിന്റെ അളവ് കുറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ റെഡോപ്സിന്റെ റീസിന്തസൈസ് നടക്കത്തില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചായിരുന്നു റെഡോപ്സിൻ ഇട്ട് എന്താണ് പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോമാർക്ക് ഇട്ടിട്ടായിരുന്നു നമ്മൾ പറഞ്ഞ എന്താണ്, റെറ്റിനാളും ഓപ്സിനും നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു. അപ്പൊ അത് എന്ത് ചെയ്യും, ഒരു ലൈറ്റ് വരുന്ന സമയത്ത് റെഡോപ്സിനിൽ നിന്ന് എന്ത് ചെയ്യും, എന്തൊക്കെ ഡെറിവേറ്റീവായി മാറും, അല്ലെങ്കിൽ എന്തൊക്കെ വിഘടിച്ച് മാറും, റെറ്റിനാളും ഓപ്സിനും വിഘടിച്ച് മാറും. തൽഫലമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ കെമിക്കൽ ചേഞ്ച് ആണെന്ന് ഇമ്പൾസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റെറ്റിനാൽ ഓപ്സിൻ തിരിച്ചു വരും. ഇതെന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരോമാർക്ക് ഇട്ട് എന്ത് വെച്ചാൽ എന്താണ്, ഇത് റെഡോപ്സിൻ റെറ്റിനാൽ ഓപ്സിനും ആവും. എന്നിട്ട് അതിനുശേഷം ഇമ്പൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് തിരിച്ച് എന്തായിട്ട് മാറും, റെഡോപ്സിനായിട്ട് മാറുന്നുണ്ട്. അത്തരത്തിൽ എന്ത് ചെയ്യും, ഈ റെഡോപ്സിന്റെ റീസിന്തസൈസ് എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. എന്തിന്റെ അളവ് കുറഞ്ഞാൽ, റെറ്റിനാലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ. തൽഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ പഠിച്ചു എന്താണ്, റെറ്റിനാൽ എന്ന് പറയുന്ന വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്നതാണ്. വിറ്റാമിൻ എയുടെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും, റെറ്റിനാലിന്റെ അളവ് കുറയും. തൽഫലമായിട്ട് എന്ത് ചെയ്യും, ഈ റെഡോപ്സിന്റെ റീസിന്തസൈസ് നടക്കത്തില്ല, പുനരാഗീരണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇത് റിവേഴ്സബിൾ റിയാക്ഷൻ ആണ്. അങ്ങോട്ട് എന്ത് ചെയ്യും, റെറ്റിനാൽ ഓപ്ഷനുമായി തിരിച്ച് ഇവിടെ എന്തായിട്ട് വരും, കുറച്ച് കഴിയുമ്പോൾ റെഡോപ്സിനായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ റെഡോപ്സിന്റെ റീസിന്തസൈസ് നടക്കത്തില്ല. തൽഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഡിം ലൈറ്റിൽ അഥവാ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകത്തില്ല വ്യക്തമായിട്ട്. ആ ഒരു രോഗാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയും. ഓക്കെ, അടുത്ത രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന ഡിസീസാണ് സിറോഫ്താൽമിയ എന്ന് പറയും. അപ്പൊ സിറോഫ്താൽമിയ എന്താണ്, കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ സിറോഫ്താൽമിയ തുടങ്ങുന്നത് തന്നെ ഈസ് ഡ്യൂ ടു ദ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എന്നാണ് പറയുന്നത്. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിറ്റാമിൻ എ നമ്മുടെ ശരീരത്ത് കുറയുകയാണ്. അല്ലെങ്കിൽ തുടർച്ചയായ അഭാവത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു ടൈമാണ് ഇത് പ്രൊലോങ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മീൻസ് തുടർച്ചയായി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, വിറ്റാമിനയുടെ അളവ് കുറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഭാഗങ്ങളായിട്ടുള്ള കൺജങ്ക്റ്റൈവയും കോർണിയയും, കണ്ണിന്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച എന്താണ് കൺജങ്ക്റ്റൈവ, എന്താണ് കോർണിയ. ആ കൺജങ്ക്റ്റൈവയും കോർണിയ എന്ത് ചെയ്യും, ഡ്രൈ ആവും. മീൻസ് എന്താണ്, വരളും. അത് കൂടാതെ എന്ത് ചെയ്യും, ഒപ്പേക്ക് ആവും. ഒപ്പേക്ക് ആവുമെന്ന് വെച്ചാൽ എന്താണ്, അധാര്യമാകും. മീൻസ് എന്താ, വസ്തുക്കളെ കടത്തി വിടത്തില്ല. അതാണ് എന്ത് ചെയ്യും, ഒപ്പേക്ക് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്, നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ എയുടെ അളവ് കുറയും, തുടർച്ചയായിട്ട് അളവ് കുറയും. തുടർച്ചയായിട്ട് അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൺജങ്ക്റ്റൈവയും കോർണിയയും എന്ത് ചെയ്യും, വരളും, ഡ്രൈ ആവും. പിന്നെ എന്ത് ചെയ്യും, അത് അധാര്യമായി മാറും, ഒപ്പേക്കായി മാറും. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും, നമുക്ക് കാണാനായിട്ട് വ്യക്തമായിട്ട് കാണാനൊന്നും സാധിക്കത്തില്ല. കാരണം എന്താ, പ്രകാശത്തെ അകത്തേക്ക് കടത്തി വിടത്തില്ല, ഒപ്പേക്കാണ്. അപ്പം തൽഫലമായിട്ട് അത് എന്തിലേക്ക് നയിക്കും, ബ്ലൈൻഡ്നസ്. മീൻസ് എന്താ, നമ്മുടെ അന്ധതയിലേക്ക് ഈ രോഗം നയിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം.
ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് കളർ ബ്ലൈൻഡ്നസ്. മലയാളത്തിൽ നമ്മൾ വർണ്ണാന്തത എന്നൊക്കെ പറയും. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചത് എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നസ് ആയിരുന്നു. അതെന്താണ്? നിശാന്തത. ഇതെന്താണ്? കളർ ബ്ലൈൻഡ്നസ്, വർണ്ണാന്തത. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡ് സെല്ലും കോൺസെല്ലും പഠിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കോൺസെല്ലിനെ പറ്റി നോക്കാം. കോൺസെൽസിന് എന്തിനുള്ള കഴിവുണ്ട്? പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എന്ത് ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു. പ്രൈമറി കളർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. ഈ 3 നിറങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ട്? കോൺസെൽസിന് ഉണ്ട്. ഇനി പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൽസിന് എന്തെങ്കിലും ഡിഫക്റ്റ്, എന്തെങ്കിലും തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പ്രൈമറി കളേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരത്തില്ല. ആ ഒരു രോഗാവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറെ കളേഴ്സിനകത്ത് ഒരു ഡിജിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 8 എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും പ്രൈമറി കളറല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കളർ ബ്ലൈൻഡ്നസ് ബാധിച്ച ഒരാൾ ആ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ കളർ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്താണ്? അതായത് രോഗാവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നസ്. ഇനി ഈ രോഗം വന്നവരെ എന്താണ്? മിലിറ്ററി, ഡ്രൈവിംഗ് പോസ്റ്റ്, പൈലറ്റ് ഇതിലേക്കൊന്നും എടുക്കത്തില്ല. കാരണം എന്താ? ഈ പറഞ്ഞത് കളേഴ്സിന് ഇവർക്ക് അറിയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞവർക്ക് ഡ്രൈവർ പോസ്റ്റ് ഒക്കെ വരുമ്പോൾ എന്താ? സിഗ്നൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ റെഡ്, ഗ്രീൻ ഒക്കെ എന്താണ്? കത്തി നിൽക്കുന്നതാണ് ഇല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പോസ്റ്റിലേക്കൊന്നും ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? കോൺസെൽസിന് നമ്മുടെ എന്താണ്? കോൺസെൽസിന് ഡാമേജ് പറ്റും. അപ്പോൾ അവർക്ക് പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയും. മിലിറ്ററി, ഡ്രൈവർ, പൈലറ്റ് ഈ പോസ്റ്റുകളിലേക്ക് ഒന്നും എന്ത് ചെയ്യത്തില്ല? ഈ രോഗം ബാധിച്ചവരെ എടുക്കത്തില്ല. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ എന്താണ് ഗ്ലോക്കോമ എന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചൊരു കാര്യം നോക്കാം. നമ്മൾ അക്വസ് ഹ്യൂമറിനെ പറ്റി പഠിച്ചില്ലായിരുന്നോ? കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഹ്യൂമറാണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്? അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അക്വസ് ഹ്യൂമർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണിലെ കലകൾക്ക് എന്താണ്? പോഷകങ്ങൾ നൽകുക, നറിഷ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കണക്ക് ഓക്സിജനും അവർക്ക് ആവശ്യമായ വസ്തുക്കൾ നൽകുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ അക്വസ് ഹ്യൂമറിന്റെ ജോലി. അതുകൂടാതെ നമ്മൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചായിരുന്നു. രക്തത്തിൽ നിന്നുണ്ടാവുകയും രക്തം തന്നെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്താണ്? രക്തത്തിൽ നിന്ന് ഫോം ചെയ്യും, അതേപോലെ തന്നെ എന്ത് ചെയ്യും? രക്തം തന്നെ റീഅബ്സോർബ് ചെയ്തെടുക്കുന്ന ഫ്ലൂയിഡ് ആണ് അക്വസ് ഹ്യൂമർ. പക്ഷെ ചിലർ എന്ത് ചെയ്യത്തില്ല? ഈ പറയുന്ന അക്വസ് ഹ്യൂമർ റീഅബ്സോർബ് ചെയ്തെടുക്കത്തില്ല. എന്ത് ചെയ്യും? ഈ പറയുന്ന അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യും? അവിടെ തന്നെ കിടക്കും. റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്ന പുനരാഗീകരണം നടക്കത്തില്ല എന്തിൻ്റെ? ഈ അക്വസ് ഹ്യൂമറിന്റെ. തൽഫലമായിട്ട് എന്ത് ചെയ്യും? ഈ അക്വസ് ഹ്യൂമർ അവിടെ കെട്ടിക്കിടക്കുകയും നമ്മുടെ കണ്ണിനകത്ത് എന്ത് കൂടും? പ്രഷറിലെ കണ്ണിനകത്ത് മർദ്ദം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, കൂടും. എങ്ങനെയാണ് അത് കൂടുന്നത്? അക്വസ് ഹ്യൂമറിനെ റീഅബ്സോർബ് ചെയ്യാതെ കിടക്കുമ്പോൾ അത് കണ്ണിൽ കെട്ടിക്കിടക്കുകയും തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? കണ്ണിനകത്തുള്ള പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടും. അത്തരത്തിൽ കണ്ണിനകത്ത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ കണ്ണിനകത്തുള്ള റെറ്റിനയും ഫോട്ടോ റിസപ്റ്ററിന്റെ സെൽസും ഒക്കെ എന്ത് ചെയ്യും? ഡാമേജ് ആയി പോകും അല്ലെങ്കിൽ നശിച്ചു പോകും. എന്തൊക്കെയാണ്? റെറ്റിനയും ഫോട്ടോ റിസപ്റ്റേഴ്സും എന്ത് ചെയ്യും? നശിച്ചു പോകും. എന്ത് ചെയ്യും? തൽഫലമായിട്ട് ഏറ്റവും അവസാനം നമ്മൾ എന്തിലേക്ക് നയിക്കും? ബ്ലൈൻഡ്നസ് അഥവാ അന്ധതയിലേക്ക് നയിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലേസർ സർജറി ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് പരിഹരിക്കാനായിട്ട് പറ്റുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ കണ്ണിനകത്ത് കാണപ്പെടുന്നത് എന്താണ്? ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യും? ഇതേപോലെ ബ്ലഡിൽ നിന്നുണ്ടായ ബ്ലഡ് തന്നെ റീഅബ്സോർബ് ചെയ്യും. അത്തരത്തിൽ റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ കണ്ണിനകത്തുള്ള എന്ത് കൂടും? പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ റെറ്റിനയും ഫോട്ടോ റിസപ്റ്റേഴ്സും എന്താണ്? ഡാമേജ് ആയി പോകും. അത്തരത്തിൽ ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പ്രധാന ഭാഗങ്ങളല്ലേ ഈ റെറ്റിന ഇമേജ് ഫോം ചെയ്യുന്ന ഇവിടാണ്. ലൈറ്റിനെ പിടിച്ചെടുക്കുന്നവരാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. ഇത് രണ്ടും നടന്നില്ല എന്ത് ചെയ്യും? നമുക്ക് ഈ പറഞ്ഞ കഥ അന്ധതയിലേക്ക്, ബ്ലൈൻഡ്നസിലേക്ക് നയിക്കും. പിന്നെ എന്താണ്? ലേസർ സർജറി നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ രോഗം റെക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ? നേരെയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് നമ്മുടെ കാറ്ററാക്ട്. കാറ്ററാക്ട് മീൻസ് എന്താണ്? തിമിരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തിമിരത്തെയൊക്കെ പറ്റി അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് എന്തുണ്ട്? ലെൻസ് ഉണ്ട്. ആ ലെൻസ് ഒപ്പേക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കാറ്ററാക്ട് എന്ന് പറയുന്നത്. മീൻസ് എന്ത് ചെയ്യും? കണ്ണിനകത്തുള്ള ലെൻസ് എന്ത് ചെയ്യും? അതാര്യമാകും. ലെൻസ് ഒപ്പേക്ക് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് പിന്നെ വരുന്നവരോ കടത്തി വിടുകയോ ഇല്ല. ലൈറ്റ് റേസിനൊന്നും അകത്തേക്ക് കടത്തി വിടത്തില്ല. തൽഫലമായിട്ട് നമ്മൾ എന്തിലേക്ക് പോകും? ബ്ലൈൻഡ്നസ് അഥവാ നിശാന്തത ബ്ലൈൻഡ്നസ് അഥവാ എന്താണ്? അന്ധതയിലേക്ക് നമ്മൾ പോകും. ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ലെൻസ് എന്ത് ചെയ്യും? ഒപ്പേക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്. മീൻസ് അതാര്യമാകുന്ന ഒരു അവസ്ഥയാണ്.
അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർജറി നടത്താം. സർജറി നടത്തിയിട്ട് എന്ത് ചെയ്യാം, ഈ ലെൻസ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അവിടെ ആർട്ടിഫിഷ്യൽ ലെൻസ് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രോഗം നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലെൻസിൻ്റെ എന്താണ്, കണ്ണിൻ്റെ ലെൻസ് ഒപ്പേക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് കാറ്ററാക്ട് എന്ന് പറയുന്നത്, തിമിരം എന്ന് പറയും മലയാളത്തിൽ. ഇനി എന്ത് ചെയ്യും, അത്തരത്തിൽ ലെൻസ് ഒപ്പേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, ലൈറ്റ് റേസിനൊന്നും കടത്തി വിടത്തില്ല. തൽഫലമായിട്ട് എന്ത് ചെയ്യും, ബ്ലൈൻഡ്നെസ് അഥവാ അന്ധതയിലേക്ക് നയിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സർജറി എന്താണ്, സർജറി നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ലെൻസ് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ രോഗത്തെ റെക്ടിഫൈ ചെയ്ത് മീൻസ് എന്താ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസീസാണ്, ലാസ്റ്റ് ഡിസീസാണ് കൺജങ്ക്റ്റൈറ്റിസ് എന്ന് പറയും. നമ്മൾ ഒരുപക്ഷെ ഇതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെങ്കണ്ണ് എന്നൊക്കെ പറയുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് കൺജങ്ക്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണ് പഠിച്ച സമയത്ത് സ്ട്രക്ചർ പഠിച്ചപ്പോൾ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ഒരു പാർട്ട് പഠിച്ചിരുന്നു ഇല്ലേ. ആ കൺജങ്ക്റ്റൈവയ്ക്ക് എന്ത് ചെയ്യും, അണുബാധയായിരിക്കും ഇല്ലേ. ആ കൺജങ്ക്റ്റൈവയ്ക്ക് ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത് കൺജങ്ക്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അണുബാധ എങ്ങനെയൊക്കെ വരാം, ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ വഴി വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വൈറസ് വഴി വരാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മൈക്രോ ഓർഗാനിസം. ഏതാണ് ഈ പറഞ്ഞ നമുക്ക് വൈറസ് ബാധിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ടീരിയ വഴി എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കൺജങ്ക്റ്റൈവയ്ക്ക് അണുബാധയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ രോഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കൺജങ്ക്റ്റൈറ്റിസ് എന്ന് വിളിക്കും. ഇനി ഇതൊരു ട്രാൻസ്മിറ്റിംഗ് ഡിസീസാണ്. മീൻസ് എന്താ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം ത്രൂ കോണ്ടാക്ട്, സ്പർശനം വഴിയൊക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തൊടിയെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഈ രോഗാരി മറ്റൊരാളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാം, ഈ രോഗം വന്നിട്ട് ഇച്ചിരി പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വമൊക്കെ എന്ത് ചെയ്യണം, പാലിക്കണം. ഇച്ചിരി നീറ്റായിട്ടൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൺജങ്ക്റ്റൈവയ്ക്ക് എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ ബാധിക്കും. എങ്ങനെയാവും, ഒന്നെങ്കിൽ ബാക്ടീരിയ വഴിയാവും, അല്ലെങ്കിൽ എന്താണ്, വൈറസ് വഴിയായിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഇതൊരു ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പർശനത്തിലൂടെയൊക്കെ പകരാം. അതുകൂടാതെ എന്താണ്, പേഴ്സണൽ ഹൈജീൻ, ഈ രോഗം ബാധിച്ചവർ വ്യക്തിശുചിത്വം പാലിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ഈ രോഗം എന്ത് ചെയ്യാൻ, തടയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബയോളജിയുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് സ്ട്രക്ചർ ഓഫ് ഐ കഴിഞ്ഞതിന് ശേഷമുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ഡിസീസസ് വരെയുള്ള ടോപ്പിക്സ് എന്ത് ചെയ്തിട്ട് പഠിച്ചു തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഓരോ ചാപ്റ്റർ വൈസ് നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഐകോച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ നമ്പറുണ്ട്, അതുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. ചാപ്റ്റർ വൈസ് നോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അടുത്തൊരു പുതിയ എന്താണ് ഇയർ എന്ന് പറയുന്ന സെൻസ് ഓർഗനുമായിട്ട് നമുക്ക്